നമസ്കാരം. ഇന്ന് MVTVയിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മിടുക്കനെയാണ്. 4,50,000 പേരോളം എഴുതിയ NDA എക്സാമിൽ 214ാമത്തെ റാങ്ക് കരസ്ഥമാക്കിയ ഒരു മിടുക്കൻ. ഈ 216ന് തിളക്കമേറുന്നത് ഒരു കോച്ചിങ് സെന്ററുകളുടെയും സഹായമില്ലാതെ സ്വന്തമായി പഠിച്ച് സ്വന്തമായി അധ്വാനിച്ച് നേടിയ ഒരു വിജയം എന്നതിലാണ്. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ആൽഫിൻ. ആൽഫിൻ, നമസ്കാരം. ആദ്യം തന്നെ വലിയൊരു അഭിനന്ദനം. കാരണം സ്വന്തം എഫേർട്ടിലാണ് ഈ ഒരു അച്ചീവ്മെന്റ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ശരിക്കും ഈ NDA എന്നൊരു ആഗ്രഹം അത് മനസ്സിലേക്ക് വന്നത് എപ്പോഴായിരുന്നു? 7ാം ക്ലാസ് തൊട്ടേ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. 7ാം ക്ലാസ്സിലോട്ടെ ഇങ്ങനെ ഓരോ എൻട്രൻസ് എക്സാമുകൾ എഴുതി NDA തന്നെയായിരുന്നു അവസാന ലക്ഷ്യം. 7ാം ക്ലാസ്സിൽ തന്നെ രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജിൽ നിന്ന് വന്നൊരു എക്സാം എഴുതിയായിരുന്നു. അത് കിട്ടിയില്ല. എന്നാൽ അതിൽ തളരാതെ ഇപ്പോൾ +2 കഴിഞ്ഞ് NDA കിട്ടണമെന്ന് തന്നെയായിരുന്നു നല്ലൊരു ആഗ്രഹമായിരുന്നു. അതിന് ഇൻസ്പിറേഷനായിട്ട് അച്ഛനും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ നല്ലൊരു മോട്ടിവേഷനും ഉണ്ടായിരുന്നു എഴുതി കിട്ടണമെന്നുള്ളൊരു. അപ്പം തന്നെ പഠിച്ചാണ് ഈ ഒരു എക്സാമിലേക്ക് എത്തിയതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കോച്ചിങ് സെന്ററുകളുടെയും സഹായം തേടിയിട്ടില്ല എന്ന് പറഞ്ഞു. ആ ഒരു തീരുമാനം എന്തുകൊണ്ട് കോച്ചിങ് സെന്ററുകളെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വയം പഠിക്കാൻ? കാരണം ഇത് വലിയൊരു എക്സാമാണ്, വലിയൊരു കടമ്പയാണ്. അപ്പോൾ ഇത് തന്നെ പഠിച്ചെഴുതാമെന്നുള്ളൊരു തീരുമാനം എങ്ങനെയായിരുന്നു? തന്നെ പഠിച്ചെഴുതണമെന്ന കാര്യം തന്നെ നമുക്കിപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ നല്ലപോലെ SSBക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കോച്ചിങ് സെൻറ്റേഴ്സും കേരളത്തിൽ നല്ലതായിട്ടൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ച് നമുക്ക് പറ്റാവുന്ന അത്രയും റിസോഴ്സസ് നമുക്ക് ആവശ്യമുള്ള എല്ലാം തന്നെ യൂട്യൂബിലുണ്ട്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ എടുക്കുക, പിന്നെ ബാക്കിയെല്ലാം ഉള്ള നമ്മൾ തന്നെ പഠിച്ചെടുത്ത് ബാക്കി നമ്മൾ തന്നെ അവിടെ നല്ലപോലെ നമ്മുടെ ബെസ്റ്റ് പോയി പ്രിപ്പയർ ചെയ്ത് കോച്ച് ചെയ്യാമെന്ന് തന്നെയായിരുന്നു തീരുമാനം. അപ്പം എങ്ങനെയായിരുന്നു അതായത് +2 പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇതിൻ്റെയും പ്രിപ്പറേഷൻസ് ഒപ്പം നടന്നത് അല്ലേ? അപ്പം ക്ലാസ് ഉണ്ട്, +2 സയൻസ് അല്ലേ, സയൻസ് അല്ലേ പഠിച്ചത്. അപ്പം ആ ഒരു സമയത്തെ പഠിത്തവും ഒപ്പം ഈ NDAയുടെ പ്രിപ്പറേഷനും എങ്ങനെയായിരുന്നു ഒരു സമയം ഇതിനായിട്ട് അലോട്ട് ചെയ്തുകൊണ്ടിരുന്നത്? +2 സയൻസ് പഠിക്കുന്നതാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കുന്നതാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ച് കഴിഞ്ഞിട്ട് അത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഈ ചെറിയൊരു യൂട്യൂബ് വീഡിയോ കാണുന്നതായിരിക്കും നമ്മുടെ ഇത്. ആ ഒരു 10 മിനിറ്റ് നമ്മൾ സയൻസ് പഠിച്ച് അതിൻ്റെ ഒരു റിലാക്സ് ആകാൻ വേണ്ടി ഒരു 10 മിനിറ്റ് ഇതിൻ്റെ വീഡിയോ കാണുമായിരിക്കും. അങ്ങനെ 2 വർഷത്തിൽ കൂടുതൽ ഇങ്ങനെ ഓരോരോ വീഡിയോ കണ്ടാണ് ബിൽഡപ്പായി ഇങ്ങനെ വന്നത്. അപ്പോൾ ശരിക്കും എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഒരു പഠനമായിരുന്നു, അത് വേറെ ഒന്നിനും വേണ്ടി സമയം മാറ്റി വെച്ചില്ല. അപ്പോൾ ശരിക്കും ഈ ഒരു സമയത്ത് നമ്മളറിയാം നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ യുഗത്തിലാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊരു കുറച്ച് നേരം ഇൻസ്റ്റഗ്രാം നോക്കിയാലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് നോക്കിയാലോ എന്നുള്ള ആഗ്രഹമൊക്കെ ആർക്കാണല്ലോ ഉണ്ടാവും. അങ്ങനെയൊക്കെ തോന്നിയിട്ടില്ലേ? ആ ഒരു ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിട്ടില്ലേ? ഡിസ്ട്രാക്ഷൻ തോന്നുമല്ല, എല്ലാവർക്കും തോന്നുക. അതിൽ നിന്ന് തന്നെ നമ്മളെ ഒരു ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോലെ ആണെങ്കിലും നമ്മൾ SSBക്കുള്ള പേജസ് നമ്മൾ ഫോളോ ചെയ്യും. ആ പേജസ് ഫോളോ ചെയ്യുമ്പോൾ അവരുടെ ഡെയിലി അപ്ഡേറ്റ്സ് വരുമ്പോൾ അത് വായിക്കും. അങ്ങനെ ആ ഒരു പേജ് നമ്മളെടുത്താൽ ഒരു ഡെയിലി അപ്ഡേറ്റ് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ അങ്ങ് പോകും. അങ്ങനെ അതിൽ കൂടെ തന്നെ നമ്മൾ പഠനത്തിൻ്റെ വഴിയിൽ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വരിക. അപ്പം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ഡിസ്ട്രാക്ഷൻസ് പോലും പഠനത്തിലേക്ക് മാറ്റിവിടാനാണ് ആൽഫിൻ ശ്രമിച്ചത്. ശരിക്കും സമ്മതിക്കണം കേട്ടോ. ഓക്കെ ആൽഫിൻ, അപ്പം നമ്മളിപ്പം NDA എക്സാം എന്ന് പറഞ്ഞു, എൻട്രൻസ് എക്സാം ആണ് പാസ്സായത്. ഈ NDAയിലേക്കുള്ള ബാക്കി പ്രൊസീജിയേഴ്സ്, ലെവൽസ് ഏതൊക്കെയാണ്? അത് ആദ്യത്തെ കടമ തന്നെ റിട്ടൺ എക്സാം ആണ്. റിട്ടൺ എക്സാമിൽ 4 ലക്ഷം പേര് എഴുതുന്നുണ്ടല്ലോ, അതിൽ ഓൾമോസ്റ്റ് 25,000 ആൾക്കാർ റിട്ടൺ എക്സാം പാസ് ചെയ്തുള്ളൂ. ആ റിട്ടൺ എക്സാം പാസ്സാകുന്ന 25,000 നിന്നാണ് അവർ ഫിൽട്ടർ ചെയ്ത് ഓൾമോസ്റ്റ് 370 ആൾക്കാരാണ് ഫൈനൽ സെലക്ഷനിൽ വരുന്നത്. അപ്പോൾ ഫൈനൽ സെലക്ഷനിലുള്ള പാർട്ടാണ് SSB ഇൻ്റർവ്യൂ. SSB 5 ദിവസത്തെ SSB ഇൻ്റർവ്യൂ ആണ്. അത് നമ്മൾ ഇന്ത്യയിലെ പല സ്ഥലത്തായിട്ട് ആയിരിക്കും, കൂടുതൽ നോർത്തേൺ സ്റ്റേറ്റ്സിലായിരിക്കും SSB ഇൻ്റർവ്യൂ നടക്കുന്നത്. ഞങ്ങൾ 4 പേരെയാണ് അന്ന് സെലക്ട് ചെയ്തത്. അങ്ങനെ ഈ ചെറിയ ബാച്ചുകളിലായിട്ട് ഇങ്ങനെ 4-5 പേരെ സെലക്ട് ചെയ്ത് 370 പേരാണ് ഫൈനലി NDAക്ക് സെലക്ട് ആവുന്നത്. അതായത് എൻട്രൻസ് എക്സാം നമ്മൾ പാസ്സായി, നെക്സ്റ്റ് വരുന്നത് SSB ആണ്. ആ ഒരു ലെവലിനെ കുറിച്ച് ഒന്ന് പറയാമോ? അതെങ്ങനെയാണ് ആ ഒരു പ്രൊസീജിയർ? SSB തന്നെ 5 ദിവസത്തെ ഒരു വലിയൊരു പ്രൊസീജിയറാണ്. ആദ്യമേ തന്നെ SSBയിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ റിപ്പോർട്ടിങ്, നമ്മുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഒക്കെയാണ്. അതിനുശേഷം ഒരു ഓഫീസർ ഇൻ്റലിജൻസ് റേറ്റിംഗ് ടെസ്റ്റ്, OR ടെസ്റ്റ് ഉണ്ട്. പിന്നെ അതിന് കഴിഞ്ഞ് നമുക്കൊരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട്. നമ്മളൊരു പടം കാണിച്ച് ആ പടം ബേസ് ചെയ്ത് നമ്മളൊരു സ്റ്റോറി എഴുതും. ആ സ്റ്റോറിയിൽ നമ്മളെ ഒരു പേഴ്സണാലിറ്റിയാണ് നമ്മൾ കാണിക്കുന്നത്. അങ്ങനെ ഈ 2 ടെസ്റ്റും കഴിഞ്ഞ് ഈ സ്റ്റോറി നമ്മൾ നാരേറ്റ് ചെയ്യണം. ഒരു 10-15 പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ആ 15 പേരുടെ ഗ്രൂപ്പിൽ വേണ്ടി നമ്മൾ ഈ സ്റ്റോറി നാരേറ്റ് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് 5 ദിവസത്തെ ഇൻ്റർവ്യൂവിൽ. അപ്പം ഞങ്ങളുടെ കേസിൽ ഞങ്ങൾ 140 പേരുണ്ടായിരുന്നതിൽ ഫസ്റ്റ് സ്റ്റേജ് പാസ് ചെയ്ത വെറും 64 പേരാണ്. ഈ 64 പേരെ പിന്നീടുള്ള 4 ദിവസത്തേക്കുള്ള SSB സ്റ്റേജിലോട്ടുള്ള സെലക്ഷൻ ആയുള്ളൂ. പിന്നെയുള്ള 64 ദിവസം 3 കാറ്റഗറി ആയിട്ടാണ് അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 3 കാറ്റഗറി. ഫസ്റ്റ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. സൈക്കോളജിക്കൽ ടെസ്റ്റിൽ നമ്മൾ ബേസ് ചെയ്ത് നമ്മുടെ ക്യാരക്ടർ എന്താണെന്ന് അവർക്ക് ഫുള്ളി അനലൈസ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ്. സൈക്കോളജിക്കൽ ടെസ്റ്റിൽ നമ്മുടെ ഫുൾ പേഴ്സണാലിറ്റി അവർ പല ഒരു 4-5 ടെസ്റ്റുകളിലായിട്ട് നമ്മുടെ പേഴ്സണാലിറ്റി മൊത്തത്തിൽ അവർ തിരിച്ചറിയും. അങ്ങനെ സൈക്കോളജി ടെസ്റ്റ് ഒരു ദിവസത്തെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ പേഴ്സണൽ ഇൻ്റർവ്യൂ ഒരു നല്ല ഹൈ റാങ്കിങ് ഓഫീസറായിരിക്കും എടുക്കുന്നത്.
ആ ഓഫീസർ നമ്മുടെ ഇൻ്റർവ്യൂ ഒരു മണിക്കൂറോളം എടുക്കും. എൻ്റെ കേസിൽ 1 മണിക്കൂർ 15 മിനിറ്റ് എടുത്ത ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ ഫാമിലി, നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, നമ്മുടെ ഹോബീസ്, ഇൻട്രസ്റ്റ്, നമ്മുടെ ഫ്രണ്ട്സ് തുടങ്ങി നമ്മുടെ ജീവിതമായിട്ട് സംബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചോദിക്കും. അതിനുശേഷം അതെല്ലാം കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ കുറച്ച് മിലിറ്ററി റിലേറ്റഡ് ക്വസ്റ്റ്യൻസും ചോദിക്കും. സർവീസിൽ കയറിയാൽ നമ്മൾ എങ്ങനെ ആയിരിക്കും പെർഫോം ചെയ്യുന്നത്, മിലിറ്ററിയിലെ റിലേറ്റഡ് ജനറൽ നോളജ് ചോദിക്കും. അങ്ങനെ ഇതെല്ലാം അടങ്ങിയതാണ് 1 മണിക്കൂറത്തെ ഇൻ്റർവ്യൂ, പേഴ്സണൽ ഇൻ്റർവ്യൂ. ഒരു ദിവസത്തെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഗ്രൗണ്ട് ടെക്നിക്കൽ ടാസ്കിൽ നമുക്കിതുപോലെ ഒബ്സ്റ്റക്കിൾ കോഴ്സ് ഉണ്ട്, ഫിസിക്കൽ ട്രെയിനിങ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒബ്സ്റ്റക്കിൾ കോഴ്സിൽ നമ്മുടെ ഇൻഡിവിജ്വൽ ഒരാളുടെ എന്തുമാത്രം ഫിസിക്കലി ഫിറ്റ് ആണെന്ന് ചെക്ക് ചെയ്യുന്ന ആ ഒരു ടെസ്റ്റും ഉണ്ട്. അപ്പോൾ അതിൽ 10 ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിൽ 10 ഒബ്സ്റ്റക്കിൾസ് നമ്മൾ ക്രോസ് ചെയ്ത് നോക്കണം. അങ്ങനെ അതും പോരായിട്ട് നമ്മൾ അവിടെ 4 ദിവസത്തെ പിന്നീടുള്ള ഒരു സ്റ്റേജിൽ നമ്മളെ 8 ഗ്രൂപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 8 പേരുടെ ഒരു ഗ്രൂപ്പാണ്, പിന്നെ എല്ലാം ഗ്രൂപ്പായിട്ടായിരിക്കും ആ ഗ്രൗണ്ട് ടെക്നിക്കൽ ടാസ്ക് എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഒരു 4-5 ദിവസത്തെ 4-5 ടാസ്ക് ഉണ്ട്. ഇതെല്ലാം 2 ദിവസം എടുത്താണ് ഗ്രൗണ്ട് ടെക്നിക്കൽ ടാസ്കും തീർക്കുന്നത്. ഇങ്ങനെയാണ് മൊത്തത്തിൽ 5 ദിവസത്തെ ഇൻ്റർവ്യൂ വരുന്നത്. അപ്പം ശരിക്കും ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് തന്നെയല്ലേ ഈ ഒരു 5 ദിവസത്തെ ഇന്റർവ്യൂ. അപ്പോൾ അതിനുശേഷം പിന്നെ എന്താണ് SSB കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണ്? SSB 5 ദിവസത്തെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കോൺഫറൻസ് ചെയ്ത് നമ്മൾ 4 പേരെ അന്ന് സെലക്ട് ചെയ്തത്. 4 പേരെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റേജ് ആയിരുന്നു ഞാൻ ഫ്ലൈങ്ങിനായതുകൊണ്ട് ഞങ്ങൾക്ക് പൈലറ്റ് ബാറ്ററി ടെസ്റ്റ് എന്ന് പറയും. അതിപ്പോൾ പേര് മാറ്റി CPSS എന്ന് പറഞ്ഞൊരു ടെസ്റ്റാക്കി. അപ്പോൾ അത് ഞങ്ങൾക്ക് മൈസൂരിൽ CPSS ടെസ്റ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾ ഫ്ലൈങ്ങിന് ഫിറ്റാണോ. ഇപ്പോൾ ഒത്തിരി കേസസ് വരുന്നുണ്ട്, ഫ്ലൈയിങ് പൈലറ്റ്സ് അവരുടെ മിസ്റ്റേക്സ് കാരണം ഒത്തിരി ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് മിനിമൈസ് ചെയ്യാനുള്ള എയർഫോഴ്സിൻ്റെ ഒരു സ്റ്റെപ്പാണ് CPSS എന്ന് പറഞ്ഞ ടെസ്റ്റ്. ആ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അബ്ദുൽ കലാം സാറിൻ്റെ ഒരു മുന്നേറ്റമായിരുന്നു CPSS ടെസ്റ്റ് കൊണ്ടുവരണം. അപ്പോൾ പുള്ളിയുടെ പേരിൽ അവിടെ മൈസൂരിൽ ഒരു ടെസ്റ്റ് CPSS സെൻറ്റർ ഉണ്ട്. അവിടെ പോയി CPSS എക്സാം എഴുതി. അതിലും ഓൾമോസ്റ്റ് 60% ആൾക്കാരെ പാസ് ആകത്തുള്ളൂ. അപ്പോൾ CPSS ടെസ്റ്റും പാസ്സായി. അത് കഴിഞ്ഞിട്ടായിരുന്നു മെഡിക്കൽസും ഒരു വലിയൊരു കടമയാണ്. മെഡിക്കൽസിൽ ഇഷ്ടംപോലെ നമ്മൾ ഫുൾ ബോഡി ചെക്കപ്പ് ഉണ്ട്. ആ ഒരു പ്രൊസീജിയർ എന്ന് പറയാം, എങ്ങനെയാണ് ഈ ഒരു മെഡിക്കൽസ് നമ്മൾ പാസ്സാവണം, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ, എൻ്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്? ഞാനിപ്പോൾ എയർഫോഴ്സിനായതുകൊണ്ട് എയർഫോഴ്സിൻ്റേതായിട്ടുള്ള ക്രൈറ്റീരിയസ് ഉണ്ട്. ആർമി, നേവി എല്ലാവർക്കും പല അവരുടേതായ ക്രൈറ്റീരിയസ് ഉണ്ട്. അപ്പോൾ ഞാൻ എയർഫോഴ്സ് ഫ്ലൈങ്ങിനായതുകൊണ്ട് തന്നെ ഏറ്റവും ടഫ് മെഡിക്കൽ വരുന്നത് ഞങ്ങൾക്ക് തന്നെ ആയിരിക്കും. അവർക്കാണെങ്കിലും കണ്ണിൻ്റെ കാര്യത്തിൽ സ്പെക്സ് വെക്കുന്നതിൽ ഒരു 2.5 പവർ വരെ അവർക്ക് സ്പെക്സ് വെക്കാൻ നോക്കിയുണ്ട്. ഫ്ലൈങ്ങുകാർക്ക് സ്പെക്സ് തീരെ പറ്റില്ല. പിന്നെ അതും പോയിട്ട് സ്പൈൻ പെർഫെക്റ്റ് ആയിരിക്കണം. അങ്ങനെ പല നമുക്ക് കടമകളുണ്ട്. അപ്പോൾ നമുക്ക് ഫുൾ ബോഡി ചെക്കപ്പ്, കണ്ണും മൂക്കും ചെവിയും തുടങ്ങി എല്ലാ പാർട്ട് നമ്മൾ ആ ഒരു ഫുൾ ബോഡി അവർ ചെക്കപ്പ് ചെയ്യും. അപ്പോൾ അത് തന്നെ ഒരു 5 ദിവസത്തെ മെഡിക്കൽ ചെക്കപ്പ് നമ്മൾ അവിടെ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു ചെക്കപ്പ് ഉണ്ടായിരുന്നു. അത് ബാംഗ്ലൂരിൽ ഒരു ടെസ്റ്റ് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ പിന്നെ ഒന്ന് പോകേണ്ടി വന്നു. ആദ്യത്തെ നമുക്കൊരു 2 ടെമ്പററി ഇഞ്ചക്ഷൻസ് തന്നു. അത് നമുക്ക് അവർ 2 ടെമ്പററി ഇഞ്ചക്ഷൻസ് തരും. അത് നമുക്ക് കളക്ട് ചെയ്ത് ചെല്ലാൻ പറ്റുവാണെങ്കിൽ നമുക്ക് സെലക്ഷൻ ഫൈനലാക്കി തരും. അങ്ങനെ ബാംഗ്ലൂരിൽ 5 ദിവസത്തെ മെഡിക്കൽ കഴിഞ്ഞപ്പോൾ അവർ 2 ടെമ്പററി ഇഞ്ചക്ഷൻസ് തന്നു. അതിനുശേഷം ഡൽഹിയിൽ പോയി ആ ടെമ്പററി ഇഞ്ചക്ഷൻസും ക്ലിയർ ചെയ്തു. അപ്പോൾ ഇത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടാണ് ആ ഒരു എക്സാമിനെ അത്രത്തോളം ആഗ്രഹത്തോടെയാണ് ആൽഫിൻ അതിനുവേണ്ടി വർക്ക് ചെയ്തത്. എന്തൊക്കെയാണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്? എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ട് ഞാൻ കീബോർഡ് വായിക്കും. പള്ളിയിൽ 6-7 വർഷമായിട്ട് കീബോർഡ് വായിച്ച് വരുന്നുണ്ട്. അതല്ലാതെ ഫുട്ബോൾ കളിക്കും. അവിടെ സ്കൂളിൽ എപ്പോഴും ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും ഫുട്ബോൾ കളിക്കാൻ ഇങ്ങനെ നല്ല താല്പര്യമായിരുന്നു. അതൊക്കെ തന്നെയാണ് മെയിനായിട്ട്. അപ്പോൾ ഈ ഹോബീസും അല്ലെങ്കിൽ ഈ ഒരു ഇഷ്ടങ്ങളൊക്കെ ഈ ഒരു ടെക്സ്റ്റിനെ സഹായിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇൻ്റർവ്യൂവിൽ നമ്മളെ ചോദിച്ച കാര്യം നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ എന്തുമാത്രം ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന അവന് നല്ല സ്കൂളിന് വേണ്ടി ഫുട്ബോൾ കളിച്ചിട്ടുണ്ടെന്ന് അവൻ എപ്പോഴും അവർ നല്ലപോലെ ഇൻട്രസ്റ്റ് ആയിരുന്നു. വീട്ടിലെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? പേരൻസിൻ്റെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അച്ഛനും അമ്മയുടെ നല്ല സപ്പോർട്ടും ഉണ്ടായിരുന്നു. അമ്മച്ചിയുടെയും അമ്മച്ചിയും പിന്നെ ചേച്ചിയും ഉണ്ട്. ഇവർ 4 പേരാണ് എപ്പോഴും മുന്നോട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനിടയ്ക്ക് അപ്പച്ചനും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പച്ചൻ 1 വർഷം മുന്നേ മരിച്ചുപോയി. അപ്പച്ചനും എല്ലാ അപ്പയ്ക്കും നല്ല ആഗ്രഹമായിരുന്നു കിട്ടണമെന്ന്. അപ്പോൾ അപ്പച്ചൻ ഞാൻ കിട്ടിയെന്നുള്ളൊരു ഇത് അപ്പച്ചനെ അറിയണമെന്ന് എനിക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അപ്പോൾ അപ്പച്ചൻ മുകളിലിരുന്ന് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും പപ്പയുടെയും മമ്മിയുടെയും നല്ലൊരു ആഗ്രഹമായിരുന്നു കിട്ടണമെന്ന്. കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയാണ്. അപ്പം ഇത് എക്സാം എല്ലാം പാസ്സായി. ഇപ്പോഴത്തെ ഒരു ട്രെയിനിങ് പ്രൊസീജിയർ അതെങ്ങനെയാണ്? അതൊന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇപ്പോഴത്തെ ട്രെയിനിങ് ഞാനിപ്പോൾ 5 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് വരുവാണ്. 5 മാസത്തിലും നമ്മളവിടെ മെയിനായിട്ടൊന്ന് ഫോക്കസ് ചെയ്യുന്നത് PT, അക്കാഡമിക്സ്, പിന്നെ ഡ്രില്ല്, പിന്നെ അങ്ങനെയൊക്കെയാണ് നമ്മൾ മെയിനായിട്ടുള്ളത്. അപ്പോൾ രാവിലെ നമ്മളൊരു 5 മണിക്ക് എഴുന്നേറ്റ് നമ്മൾ ഡ്രസ്സൊക്കെ ആഡ് ചെയ്ത് ഫസ്റ്റ് 2 പീരീഡ് നമുക്ക് ചിലപ്പോൾ PT ഡ്രില്ലും ഒക്കെ ആയിരിക്കും. ഇപ്പോൾ രാവിലെ PT ആണെങ്കിൽ 2 പീരീഡ് നമ്മൾ PT കഴിയും.
PT ചെയ്ത് തിരിച്ച് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് അക്കാഡമിക്സ് നമുക്ക് അവിടെ BTech അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ഡിഗ്രിയാണ്. BTech അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ഡിഗ്രിയുടെ നമ്മളൊരു ക്ലാസ്സസ് ആയിരിക്കും നമുക്ക് 9 മണി തൊട്ട് 1 മണി വരെ. ആ ക്ലാസ്സസ് കഴിഞ്ഞിട്ട് നമുക്ക് സ്ക്വാഡറിൻ്റെ പീരീഡാണ്. സ്ക്വാഡറിൽ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും അടുത്ത ഇവൻറ്റ് വരുന്ന ഇപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് ആണ്, ചിലപ്പോൾ ക്രോസ് കൺട്രി മാരത്തോൺ ആണ്, അങ്ങനെ പല ഇവൻറ്റ്സ് ആണെങ്കിൽ ആ ഇവൻറ്റിനോട്ടുള്ള പ്രാക്ടീസ് ആയിരിക്കും നമുക്ക് മുന്നോട്ടുള്ളത്. അപ്പോൾ നമ്മൾ അക്കാഡമിക്സ് ഇപ്പോൾ നമ്മൾ ഫൈനൽ സെമസ്റ്റർ എക്സാം വരുന്നുണ്ടെങ്കിൽ സ്ക്വാഡറിൻ്റെ പീരീഡ് സമയത്ത് നമ്മൾ സ്റ്റഡി പീരീഡ് ആയിരിക്കും. അങ്ങനെ ക്രോസ് കൺട്രി മാരത്തോണിൻ്റെ സമയമായിരിക്കും നമുക്ക് മാരത്തോണിന് വേണ്ടിയുള്ള നമ്മൾ ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരിക്കും. പിന്നെ PT ടെസ്റ്റ്, നമ്മൾ PT മാൻഡേറ്ററി ടെസ്റ്റ് ഉണ്ട്, നമ്മൾ PT സ്റ്റാൻഡേർഡ്സ് ഇത്രയുണ്ട്. അപ്പോൾ PT സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അതിനുള്ള പീരീഡ് ആയിരിക്കും ചിലപ്പോൾ സ്കോൺ പീരീഡ് ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഒരു സ്റ്റഡി പീരീഡ് ഉണ്ട്, വൈകുന്നേരം 6 മണി തൊട്ട് ഒരു 8 മണി ഒരു സ്റ്റഡി പീരീഡ് ഉണ്ട്. പിന്നെ അതിനുശേഷം ഡിന്നർ, അതിനുശേഷം പിന്നെ ഒരു ചെറിയൊരു സ്കോൺ പീരീഡ്. അതിലായിരിക്കും നമ്മൾ അക്കാഡമിക്സ് റിലേറ്റഡ് ആയിരിക്കും, ചിലപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് റിലേറ്റഡ് ആയിരിക്കും. നമ്മൾ സ്ക്വാഡറിലെ സീനിയേഴ്സ് തന്നെ നമ്മളെ ട്രെയിൻ ചെയ്യും ഓരോ കാര്യത്തിലേക്ക്. അവർ നമുക്ക് വേണ്ട ഗൈഡൻസ് തരും, അവർ തന്നെ നമ്മളെ ഗൈഡ് ചെയ്യും എങ്ങനെ ഒരു നല്ല ഓഫീസർ ആവണം. ഓക്കെ, അപ്പോൾ ഇനി എത്ര നാളത്തെ ഒരു ട്രെയിനിങ് ആണ് ഇത്? കംപ്ലീറ്റ് ചെയ്ത ഒരു എയർഫോഴ്സ് ഓഫീസർ ആവണമെങ്കിൽ ഇനി എത്ര നാളത്തെ ട്രെയിനിങ് ആണ്? ഒരു 3.5 വർഷം ട്രെയിനിങ് ബാക്കിയുണ്ട്. 3.5 വർഷത്തെ ട്രെയിനിങ് ആണ്. അപ്പോൾ ആൽഫിൻ ശരിക്കും ഒരു അഭിമാനം തന്നെയാണ്. കാരണം NDA നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ ഏകദേശം 4 ലക്ഷത്തോളം പേര് എഴുതിയ എക്സാമിലാണ് 214ാമത്തെ റാങ്ക് ആൽഫിൻ കരസ്ഥമാക്കിയിരിക്കുന്നത്. ആൽഫിൻ, ഈ ഒരു വിജയത്തിൽ സ്കൂളിൻ്റെ പങ്ക് എത്രത്തോളം ഉണ്ട്? ഞാൻ പഠിച്ചത് പ്ലാസിഡ് വിദ്യാഭ്യാസ സ്കൂളിലായിരുന്നു, ചേർത്തപ്പെട്ടില്ല. അപ്പോൾ അവിടെ ആണെങ്കിലും പ്രിൻസിപ്പളും നമ്മളെ PT സാറും നമ്മൾ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സും ഉൾപ്പെടെ നമ്മളിങ്ങനെ ഒരു സെലക്ഷൻ കിട്ടി നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ ട്രെയിനിങ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ വളരെ ഹാപ്പി ആയിരുന്നു. അപ്പം പ്രിൻസിപ്പൽ അച്ഛനായാലും നമ്മൾ നേരിട്ട് വിളിച്ച് നമ്മൾ ഡീറ്റെയിൽസൊക്കെ ചോദിക്കുകയും, അപ്പോൾ അച്ഛൻ്റെ നിർബന്ധം മൂലം അവിടെ അച്ഛൻ തന്നെ ഫ്ലെക്സ് വെപ്പിക്കുകയും അങ്ങനെ ആനുവൽ ഡേക്ക് നമുക്കൊരു അവാർഡ് തരികയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ അങ്ങനെ അച്ഛൻ്റെ സൈഡിൽ നിന്നും പിന്നെ PT സാറ് ഒത്തിരി സാറിൻ്റെ അനുഭവങ്ങളും അങ്ങനെയൊക്കെ ഷെയർ ചെയ്തായിരുന്നു. പിന്നെ നമ്മുടെ ടീച്ചേഴ്സ് ആയാലും OBSൽ നമ്മൾ പഠിപ്പിച്ച ടീച്ചേഴ്സ് നമുക്ക് ഇത്ര ഒരു അച്ചീവ്മെൻറ്റ് കിട്ടുമ്പോൾ അവരുടെ കൂടെ ഒരു റിഫ്ലക്ഷനാണല്ലോ. അപ്പോൾ അവർക്കും OBSൽ അവർ നല്ല ഹാപ്പി ആയിരുന്നു. ടീച്ചേഴ്സ് എല്ലാവരും തന്നെ നമ്മളെ ഒത്തിരി കൺഗ്രാജുലേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ആൽഫിൻ നേടിയെടുത്തത് വലിയൊരു വിജയം തന്നെയാണ്. ശരിക്കും ഇതുപോലത്തെ എൻട്രൻസ് എക്സാമുകളൊക്കെ എഴുതണം, അല്ലെങ്കിൽ NDA പോലുള്ള എക്സാംസ് ഒക്കെ നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കൂട്ടുകാർ നമുക്കുണ്ടാവും. ആൽഫിൻ, ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എങ്ങനെ? NDA എക്സാം എഴുതാനുള്ള പ്രായം, അതിനുവേണ്ടി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ പ്രഷർക്ക് വേണ്ടി ഒന്ന് പറയാമോ? നമ്മൾ ആദ്യം തന്നെ പാസ്സാവേണ്ട റിട്ടേൺ എക്സാമിൽ നമുക്ക് എഴുതേണ്ട മിനിമം ക്രൈറ്റീരിയ 16 വയസ്സ് തൊട്ട് 19 വയസ്സ് വരെയാണ് നമുക്ക് ക്രൈറ്റീരിയ. പിന്നെ ഉള്ള ക്രൈറ്റീരിയ നമ്മൾ +2 പഠിച്ചുകൊണ്ടിരിക്കുകയോ +2 പാസ്സായിരിക്കുകയോ വേണം. അപ്പോൾ നമ്മൾ +2 നമ്മളിപ്പോൾ ഫൈനൽ ഇയർ നമ്മൾ എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ നമുക്ക് NDA എക്സാമിന് അപ്പിയർ ചെയ്യാം. നമ്മൾ +2 കഴിഞ്ഞിട്ടാണ് നമ്മൾ മെയിനായിട്ട് എല്ലാവരും NDA എക്സാം അപ്പിയർ ചെയ്യുന്നത്. അതിൻ്റെ എക്സാമിൻ്റെ പോർഷൻസ് ആയാലും +1 +2 ഫിസിക്സും മാത്സും കെമിസ്ട്രി ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഫിസിക്സും മെയിനായിട്ട് മാത്സാണ്. മാത്സിന് തന്നെ ഒരു 250-120 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പേപ്പറുണ്ട്. ആ 120 ക്വസ്റ്റ്യൻസുള്ള പേപ്പറാണ് NDAയുടെ റിട്ടേൺ എക്സാമിൽ തന്നെ ഏറ്റവും ടഫായിട്ട് വരുന്നത്. അപ്പോൾ മാത്സിൻ്റെ +1 +2 മാത്സ് നല്ലപോലെ കവർ ചെയ്ത് പോവുകയാണെങ്കിൽ മാത്സിൻ്റെ പേപ്പറും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ പേപ്പറിൽ നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ജനറൽ നോളജ്, ഹിസ്റ്ററി, കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ പല ടോപ്പിക്സ് മിക്സായിട്ട് ഒരു ജനറൽ എബിലിറ്റി ടെസ്റ്റാണ്. അപ്പോൾ അത് നമുക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാനുള്ള ഒരു സബ്ജക്റ്റാണ്, ഒരു പേപ്പറാണ്. അതിൽ നമ്മൾ +1 +2 ഫിസിക്സും ചിലപ്പോൾ ആ എക്സാമിന് വരുന്ന ഒരു 6 മാസത്തെ മുന്നത്തെ ഒരു കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. പിന്നെ നമ്മൾ ഏൻഷ്യൻ ഹിസ്റ്ററി തുടങ്ങി മുഗൾസ് തൊട്ട് ഇൻഡിപെൻഡൻസ് വരെയുള്ള ഹിസ്റ്ററിയും തുടങ്ങി പിന്നെ നമുക്ക് ജോഗ്രഫി, പിന്നെ അങ്ങനെ പല സബ്ജക്ട്സ് ഉണ്ട്, ബയോളജി അങ്ങനെ തുടങ്ങി നമ്മളെല്ലാ ഒരു സബ്ജക്ട്സ് മിക്സ് ചെയ്താണ് നമ്മൾ ജനറൽ എബിലിറ്റി ടെസ്റ്റ്. ഈ 2 പേപ്പറും ക്ലിയർ ചെയ്താലേ നമുക്ക് റിട്ടേൺ എക്സാമിൽ നമുക്ക് പാസ്സാകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഈ 4 ലക്ഷം പേരിൽ ഓൾമോസ്റ്റ് 25,000 പേര് നമ്മൾ റിട്ടേൺ എക്സാമിൻ്റെ സ്റ്റേജ് പാസ്സാകത്തുള്ളൂ. അങ്ങനെ ആ റിട്ടേൺ എക്സാമിൻ്റെ സ്റ്റേജ് പാസ്സാവുന്ന കാണുകയും പിന്നെ അടുത്ത SSB ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പറ്റുന്നതാണെങ്കിൽ കോച്ചിങ്ങിന് പോവുക, അല്ലെങ്കിൽ സ്വന്തമായിട്ടിരുന്ന് നമുക്ക് യൂട്യൂബിൽ ഇഷ്ടംപോലെ നമുക്ക് റിസോഴ്സസ് ഉണ്ട്. ഞാനാണെങ്കിലും ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ യൂട്യൂബിൽ നമുക്ക് ആവശ്യമുള്ള റിസോഴ്സസ് നമുക്ക് പല യൂട്യൂബ് ചാനലിലായിട്ട് നമുക്ക് ഇഷ്ടംപോലെ റിസോഴ്സസ് ഉണ്ട്. അവരുടെ ഓരോ വീഡിയോസ്, അവരുടെ ഓരോ ടെസ്റ്റിനെ ബേസ് ചെയ്ത് അവർ ആക്കുന്ന നല്ലപോലെ ഒത്തിരി വീഡിയോസ് ഉണ്ട്. അത് നമ്മൾ കണ്ട് അതിൽ നമുക്ക് വേണ്ട പോയിൻറ്റ്സ് എല്ലാം എഴുതിയെടുത്ത് നമ്മൾ ആ SSBയിൽ ഇൻ്റർവ്യൂവിൽ ചെല്ലുമ്പോൾ നമ്മളത് അപ്ലൈ ചെയ്യായിരിക്കും ബെസ്റ്റ്. അങ്ങനെ കോച്ചിങ്ങിന് പോയാലും നമ്മൾ യൂട്യൂബിൽ നിന്ന് വീഡിയോ നോക്കി പോയാലും SSB ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമ്മുടെ പെർഫോം ചെയ്ത് നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക. അങ്ങനെ SSB ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യുന്നവർക്കാണ് പിന്നെ മെഡിക്കൽ ടെസ്റ്റ് വരുന്നത്. മെഡിക്കൽ ടെസ്റ്റിലും നമുക്ക് ആരോഗ്യപരമായ കാര്യമായി കുഴപ്പമൊന്നും ഇല്ലെങ്കിലും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ മെഡിക്കൽ ടെസ്റ്റും പാസ്സാവുന്നതാണ്. മെഡിക്കൽ ടെസ്റ്റ് പാസ്സായാലും
പിന്നെ ഒരു ചെറിയൊരു കടമയും കൂടെ ഉണ്ട്, മെറിറ്റ് ലിസ്റ്റ് എന്ന് മാത്രം. ഇപ്പോൾ അവർ ഇൻ്റർവ്യൂവിൽ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ സെലക്ട് ചെയ്യുന്നത് അവർ കറക്റ്റ് വേക്കൻസി നോക്കിയായിരിക്കത്തില്ല ചിലപ്പോൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ 370 വേക്കൻസി ഉള്ളെങ്കിൽ ചിലപ്പോൾ ഒരു 600 പേരൊക്കെ സെലക്ട് ചെയ്യും. ആ 600 പേരിൽ ഏറ്റവും കൂടുതൽ റാങ്ക് ഉള്ളവരെ ആയിരിക്കും പിന്നെ അവർ മുന്നോട്ടുള്ള സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആർമിയാണ് ഇപ്പോൾ ഒരാളുടെ ഫസ്റ്റ് ചോയ്സ് എങ്കിൽ ഇപ്പോൾ ആർമിയുടെ ഒരു സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് കാണും. ആ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ ഒരു 200 സീറ്റാണ് ആർമിക്കുള്ളത്. അപ്പോൾ ആർമി വേണ്ട ഒരു 1200 പേരിൽ നമ്മളുണ്ടെങ്കിൽ നമുക്ക് ആ റാങ്ക് ലിസ്റ്റ് കീഴപ്പെട്ട് നമുക്ക് ജോയിൻ ചെയ്യുന്നുള്ള വേക്കൻസി കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിതുപോലെ എയർഫോഴ്സ് ഫ്ലൈയിങ്ങിനാണ്ട് എയർഫോഴ്സ് ഫ്ലൈയിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റിൽ എനിക്ക് നല്ല റാങ്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ കിട്ടിപ്പെട്ടി. ഓക്കെ. അപ്പോൾ NDA എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട്. അത് പണ്ട് തൊട്ട് ഇങ്ങനെ 7ാം ക്ലാസ് തൊട്ടേ വളർത്തിക്കൊണ്ട് വന്ന ഒരു ആഗ്രഹമാണ്. അപ്പോൾ അതിനുവേണ്ടി അത്രയും സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുമെന്നറിയാം. എങ്കിൽ പോലും NDA കിട്ടിയില്ലായിരുന്നെങ്കിൽ മറ്റൊരു ഓപ്ഷൻ മനസ്സിൽ കരുതിയിരുന്നോ? NDA ഇപ്പോൾ ഇത് തന്നെ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. ഇതിന് ശേഷം കിട്ടിയില്ലായിരുന്നെങ്കിൽ തന്നെ ഇപ്പോൾ റിട്ടേൺ എക്സാം പാസ്സായില്ല, അല്ലെ SSB ഇൻ്റർവ്യൂ പാസ്സായില്ലായിരുന്നെങ്കിൽ തന്നെ പിന്നെ ഒരു 2 അറ്റംപ്റ്റും കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് 19 വയസ്സ് വരെ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് എത്ര അറ്റംപ്റ്റ് എന്നുള്ളൊരു നമുക്ക് ലിമിറ്റില്ല. 19 വയസ്സ് വരെ നമുക്ക് പറ്റാവുന്ന അത്ര അറ്റംപ്റ്റ് ചെയ്യാതെയാണ് എനിക്ക് 2 അറ്റംപ്റ്റ് ബാക്കിയുണ്ടായിരുന്നത്. അതാണ് ഞാൻ NDA 2 അറ്റംപ്റ്റ് ചെയ്യും. അത് കിട്ടിയില്ലായിരുന്നെങ്കിൽ എൻ്റെ ഒരു പ്ലാൻ ബി ആയിരുന്നു ഓൾവേസ് എഞ്ചിനീയറിംഗ് ചെയ്ത് 4 വർഷം കഴിയുവാണെങ്കിൽ നമുക്ക് AFCAT എന്ന് പോകുന്നൊരു ഡിഗ്രിക്ക് ശേഷമുള്ള ഒരു എൻട്രി ഉണ്ട് എയർഫോഴ്സിലോട്ട് തന്നെ. അത് NDA ബൈ ഉള്ള എൻട്രി അല്ല, ഡയറക്റ്റ് എയർഫോഴ്സ് അക്കാഡമിയിലോട്ടുള്ള എൻട്രിയാണ്. അപ്പോൾ ഇപ്പോൾ NDA കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് ചെയ്ത് 4 വർഷത്തെ ഡിഗ്രി എടുത്തിട്ട് AFCAT പോകുമായിരിക്കും ചെയ്യുന്നത്. ആൽഫിന് എല്ലാം വെൽ പ്ലാൻഡ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്, അതാണ് ആൽഫിൻ്റെ വിജയത്തിൻ്റെ രഹസ്യമെന്ന് എനിക്ക് തോന്നുന്നു. ആൽഫിൻ ഇതുപോലെ ആൽഫിനെ പോലെ ജീവിതത്തിൽ സക്സസ് ആവണം, അല്ലെങ്കിൽ വലിയ വലിയ എൻട്രൻസ് എക്സാമുകളൊക്കെ ക്രാക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അവർക്ക് കൊടുക്കാനുള്ള ടിപ്പ് അല്ലെങ്കിൽ ഒരു ഉപദേശം എന്താണ്? എപ്പോഴും നമ്മുടെ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കണ്ടുവച്ച് മുന്നോട്ട് പോവുക. ഇപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു NDA പാസ്സാവുമെന്ന് വെച്ചാൽ, അപ്പോൾ ആ NDAയിൽ നമുക്ക് ഓരോ സ്റ്റേജ്, ഇപ്പോൾ റിട്ടേൺ എക്സാം ആയിരുന്നെങ്കിൽ ആദ്യത്തെ പടി നമ്മൾ റിട്ടേൺ എക്സാം പാസ്സാവുക. അങ്ങനെ ഓരോ സ്റ്റേജ് നമ്മൾ അടുത്ത സ്റ്റേജിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ അവരിപ്പോൾ JEE, KEAM അങ്ങനെ പല പല എഞ്ചിനീയറിംഗ് എക്സാം ഉണ്ട്. ആ എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്ത് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നീറ്റിന് വേണ്ടി നോക്കുന്ന കൂട്ടുകാരാണെങ്കിൽ അവർ നീറ്റിനെ ബേസ് ചെയ്ത് ഒരു 650 അവർക്ക് വേണ്ട മാർക്ക് ഫോക്കസ് ചെയ്ത് അവർ പോവുക. പഠിക്കുമ്പോഴാണെങ്കിലും നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചായിരിക്കണം. നമ്മൾ ഡിസ്ട്രാക്ഷൻസ് എപ്പോഴും ഓബിയസ്ലി കാണും. ഡിസ്ട്രാക്ഷൻസ് എല്ലാം ഒരു സൈഡിൽ മാറ്റി വെച്ച് പറ്റാവുന്നത്ര നമ്മൾ ലക്ഷ്യത്തിൽ ഫോക്കസ് ആയിട്ട് വേണം നമ്മൾ പോകാൻ. ആൽഫിൻ നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ്, മാതൃകയാണ്. ശരിക്കും ആൽഫിൻ നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. നമ്മൾ ഒരാഗ്രഹം നമുക്കുണ്ട്, പക്ഷേ അത് മാത്രമേ ഞാൻ നേടൂ എന്നുള്ളൊരു വാശിയല്ല, അതിനൊപ്പം തന്നെ മറ്റുള്ള ചില കാര്യങ്ങളെ കൂടി മനസ്സിലാക്കി അതിനുകൂടി പരിശ്രമിക്കുക എന്നത് ആൽഫിൻ നമുക്ക് നൽകുന്ന വലിയ പാഠം. എന്താണെങ്കിലും ആൽഫിൻ ഇതാ ട്രെയിനിങ്ങിനൊക്കെ ആയിട്ട് പോവുകയാണ്. ആൽഫിന് എല്ലാവിധ വിജയാശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്. നന്ദി.